ഹലോ! എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പൊ കുട്ടപ്പായുടെ പിറന്നാൾ ആഘോഷ ദിവസം എത്തിട്ടോ. പിറന്നാൾ കഴിഞ്ഞു പോയി. അത് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിറന്നാളിന്റെ അന്ന് അവൻ ക്ലാസ്സിൽ പോയി. അതിന്റെ പിറ്റത്തെ ദിവസമാണ് നമ്മൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞത് ല്ലേ. അപ്പൊ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഞായറാഴ്ച നമുക്ക് ഇവിടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ചപ്പാത്തിയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയാണ് ട്ടോ. അപ്പൊ ചപ്പാത്തി ഞാനവിടെ ഉരുളയാക്കിയിട്ട് അവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇതൊരു പൊതുവെ ശീലമാണ്. അപ്പം നമ്മുടെ ആശീർവാദിൻ്റെ ചപ്പാത്തിക്കുഴകൾ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞാനിതന്നെ പരത്തി ചുട്ട് അത് ഒതുക്കി വെച്ചാലാണ് ഒരു സമാധാനമുള്ളൂ. കറിക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. കറിക്ക് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കുട്ടപ്പായുടെ പിറന്നാളിൻ്റെ ആഘോഷം നമുക്ക് ചപ്പാത്തിന്ന് തുടങ്ങാം. ശരിക്കും തലേ ദിവസത്തെ ചിക്കൻ കറിയുടെ കൂടെ പുട്ടാണ് അല്ലേ കോമ്പിനേഷൻ കൂടുതൽ നല്ലത്. കുട്ടപ്പായ്ക്കും അതാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് എന്താ ചപ്പാത്തി. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ പുട്ടായിരുന്നു. അപ്പൊ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കാണ് കേട്ടോ. പിന്നെ ഏട്ടനും കൂടാറുണ്ട്. ഇന്ന് മൂപ്പരാൾക്ക് വേറൊരു പണിയുണ്ട്, ബിരിയാണി വെക്കല്. അപ്പൊ ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട്, വെജിറ്റബിൾ ബിരിയാണി. അപ്പൊ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉഷാറായല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അതിങ്ങനെ കേൾക്കുമ്പോൾ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്ന് പറയുമല്ലോ, ഇനി എന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇടിച്ച് മൂക്ക് പരത്തും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ കാണാനും നമ്മുടെ വീഡിയോസൊക്കെ കാണാനും ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. പക്ഷേ എനിക്കത് പലപ്പോഴും പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവുന്നേ. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ നോക്കി അതൊരു കാരണമാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോസ് എടുത്ത് ഇടണം എന്നുള്ളൊരു വാശിയില്ല. ഇന്ന് തന്നെ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യായിരുന്നപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വന്നതെന്നറിയാം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കറണ്ട് പോവുക, ഓരോ കിളികളും പക്ഷികളും പട്ടി ഇല്ലാത്തവിടുന്ന് പട്ടി ഓടി വന്നിട്ട് കുരയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കുമാർ ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് പണിയുണ്ട്. അവ ഉച്ചയാകുമ്പോഴേക്കും വരും. പിന്നെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ചേട്ടൻ ബിരിയാണി വെക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതാവാതെ മൂപ്പരാളൊന്നും കുളിക്കൂല്ല, ഒന്നുമില്ല. ജിമ്മ് കഴിഞ്ഞ് വന്ന പാടെ അടുക്കളയിൽ കയറിയതാ. കുട്ടപ്പായി പിന്നെ മുട്ടയുടെ തൊണ്ട് കളയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു മുട്ട എടുത്ത് പാപ്പന് കൊടുക്കടാ പറഞ്ഞപ്പോൾ അവ എല്ലാ മുട്ടയുടെ തൊണ്ടും കളയാൻ നിൽക്കുക. അവനാണെങ്കിൽ ചായ കുടിച്ച് പോവാറായി. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ 2 ചീത്ത പറഞ്ഞു ട്ടോ. അപ്പൊ എന്നോട് ഇനി ഒരു കാര്യം പറയണ്ട, ഞാൻ ഇനി അമ്മയ്ക്ക് ഒന്നും ചെയ്ത് തരില്ല പറഞ്ഞു. അപ്പൊ ശ്രീക്കുട്ടി ഈ വർത്താനം കേട്ട് വന്നിട്ട് എന്താ ചേച്ചിയെ കുട്ടപ്പായി പിണങ്ങിയിരിക്കണോന്ന് ചോദിച്ചു. അങ്ങനെ അവള് വർത്താനം പറഞ്ഞു പോയിട്ട് ഇപ്പൊ വരാ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിക്കുട്ടിയായി വായോ പറഞ്ഞു. അപ്പോഴേക്കും കുട്ടപ്പായുടെ പിണക്കൊക്കെ മാറി എന്നെ 2 ഇടി ഇടിച്ചു ട്ടോ. അപ്പൊ ഇത് പിണക്കം മാറി കഴിഞ്ഞ ഒരു അടികൂടൽ പതിവാ. അപ്പൊ ഇങ്ങനെ അടികൂടി കഴിഞ്ഞാൽ ഇന്റെ എല്ലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടും ട്ടോ. ഇപ്പൊ വലിയ ചെക്കനായില്ലേ, ഓരോ ഇടി ഓരോ പഞ്ചും എന്താ പവറിച്ചിട്ടാ. ഇപ്പൊ ദാ സേമിയ പായസം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കണത്. അത് ഏട്ടനാണ് ട്ടോ ഉണ്ടാക്കണത്. ഏട്ടൻ പായസം ഉണ്ടാക്കാനൊക്കെ ബഹുകേമനാ. പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെന്നെ ബുദ്ധിമുട്ടിക്കാനും പോവാറില്ല. ഇവിടൊക്കെ കുക്കിംഗ് സിംഗങ്ങളാന്നേ. നമ്മുടെ പായസം ഒന്നും ഇവിടെ ഏൽക്കില്ല. അപ്പൊ അങ്ങനെ വരട്ടെ കഥ. ഞാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് അവരെ പേടിപ്പിക്കാറില്ല കേട്ടോ. അപ്പൊ ഞാനത് അകത്ത് അടുക്കളയിൽ നിന്ന് പുറത്ത് അടുക്കളയിലേക്ക് വന്നു. ഒന്ന് അവിടെ നോക്കി പരീക്ഷണം നടത്തി പോയിട്ടോ എന്തായിന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പണ്ട് കുട്ടപ്പായി പന്തുകൊണ്ട് കളിക്കണം. അപ്പൊ ഞാൻ ഈ പന്ത് എങ്ങാനും അടുപ്പ് പോയാൽ പിന്നെ കിട്ടില്ല കേട്ടോ കുട്ടപ്പായി എന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ പുറത്ത് പോയി കളിച്ചാൽ മതി, അത് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കും സ്കൂളില്ലാത്ത ദിവസം. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ബദാമും നമ്മുടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും എള്ളും കുതിർക്കാൻ വെക്കില്ലേ തലേ ദിവസം കുതിർക്കാൻ വെച്ചിട്ട് പിറ്റന്നാള് ഒരു 10, 11 മണിയാകുമ്പോൾ എടുത്ത് കഴിക്കും കേട്ടോ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. ഈ ഒരു സംഭവം നമ്മുടെ മുടിക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സീഡുകളാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഹെയർ കെയറിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സീഡുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതേപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട്. എള്ളും പംകിൻ സീഡും സൺഫ്ലവർ സീഡൊക്കെ. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന നേരത്തും ജസ്റ്റ് അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇതേപോലെ അരിപ്പുണ്ടെങ്കിൽ അതിലിട്ടിട്ട് വെള്ളം അതിലേക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പതിയെ ചവച്ചരച്ച് കഴിക്കുക. ഞാൻ ഈ ഒരു ഐഡിയ എനിക്ക് ഇതേപോലെ ഞാൻ എന്തോ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ പച്ചക്കായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതേപോലെ കുതിർത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഈസി ആയിട്ട് കഴിക്കാനും പറ്റണം, നല്ല രുചിയാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു മണി പോലത്തെ സാധനം. അത് പായസത്തിൽ ഇട്ടാൽ നല്ല രുചി ഉണ്ടാവും പറഞ്ഞിട്ട് മൂപ്പരാൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ട് എന്നോട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞു. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് കുറച്ച് നേരം തിളപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ട് അത് വേവണം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ.
എന്നിട്ട് അവസാനം അത് വെന്തു. എന്നിട്ട് നമ്മുടെ പായസം റെഡിയായി. അതാണ് ഇപ്പോൾ പറയാൻ വന്നത്. അങ്ങനെ പായസത്തിൻ്റെ കാര്യം ഓക്കെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ ബിരിയാണി. വെജിറ്റബിൾ ബിരിയാണി അതും ഏട്ടനാണ് ട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ പായസം കണ്ടോ എന്ത് രുചിയാണ് ഉണ്ടായിരുന്നതെന്നറിയോ? ചൂടോട് കൂടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു ട്ടോ. അയ്യ! അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വായില് വെള്ളം വരാ. അങ്ങനെ ശ്രീക്കുട്ടി വന്നു, കുട്ടപ്പായി വന്നു. പിറന്നാളുകാരൻ ഇവിടെ കുളിച്ചിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പിറന്നാൾ ഇന്നല്ലല്ലോ. പിറന്നാൾ വരാൻ പോണല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞച്ചമ്മ അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞച്ചമ്മ നമ്മുടെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞച്ചമ്മ ഒരു 3 ആഴ്ചയായി ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ മകളുടെ വീട്ടിലാ. അങ്ങനെ. അപ്പോൾ ഇതാ നമ്മുടെ ഏട്ടൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ജനാല വഴി ഞാനൊന്ന് അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ മൂപ്പരാളവിടെ ഗംഭീര കഷ്ണം നുറുക്കൽ പരിപാടിയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട. ഈ എൻ്റെ പണിയോട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്നു. എൻ്റെ അടുക്കളപ്പണികളിലേക്ക് കടന്നു. എൻ്റെ അടുക്കളപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇതാ കുറച്ച് വിറക് മുകളിൽ ഉണക്കാൻ വെക്കാനുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ചീളുകൾ ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതും ഞാൻ അതിൻ്റെ മുകളിൽ ചാക്കിട്ടിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കത്തി പിടിച്ചില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ എനിക്ക് അടിയായിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തൊയിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനും അത് കൂടെ ചെന്നിട്ട് ഓരോന്നൊക്കെ അരിയാനും പിടിക്കാനൊക്കെ കൂടി. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് നിന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഉണ്ടാക്കിയല്ലോ ബിരിയാണി എന്ന്. ഞാനൊരു വെറുതെ വാക്കിന് ചോദിച്ചതാ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നാൽ നീ ഉണ്ടാക്കിക്കോ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പെട്ടില്ലേ പറയുകയും ചെയ്ത് ഇനി തോറ്റു മടങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഉണ്ടാക്കണം ബിരിയാണി കുട്ടപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് ചട്ടി കിടന്നു കൊടുത്തിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ അപ്പുറത്തുനിന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ഏട്ടനും കൂടി കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അടിയാണ് ഉണ്ടാവാറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരാൾ പറയണ പോലെ ചിലപ്പോൾ ഞാൻ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ എനിക്ക് ചീത്ത കേൾക്കും. അപ്പോൾ എന്നിരുന്നാലും ഞാനത് സഹിച്ച് പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കും ഓരോ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ബിരിയാണി നന്നാവണം എന്നുള്ള വാശിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി ഇന്ന് അടിപൊളിയാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ കൂടിയെന്ന്. അപ്പോൾ ആ വെളുത്തുള്ളിയാണ് ഇപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഈ കുട്ടി എന്താ ഒന്നും നന്നാക്കാൻ കൂടാത്തത്, ഒക്കെ ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്ന്. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ട് നമ്മുടെ പാത്രത്തിലിടുകയാണ്. അപ്പോൾ ഞാനത് ഏട്ടനോട് പറയുകയും ചെയ്തിട്ടോ. ഇങ്ങനെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും കേട്ടോ കമൻറ്റ് ചെയ്ത്. അപ്പോൾ എപ്പോൾ ഏട്ടൻ പറയാം വരട്ടെ വരട്ടെ എന്ന്. അങ്ങനെ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഏട്ടൻ പിന്നെ വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബിരിയാണിയിലൊന്നും ഇടാണ്ടാവില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരയ്ക്കുകയാണ്. പേസ്റ്റ് അങ്ങനെ നമ്മൾ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് അരക്കില്ലേ, അത് തന്നെ അരയ്ക്കണേ. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല, അത് തന്നെയാവും. അത് തന്നെയാണ്. അങ്ങനെ അത് അരച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ടിട്ട് അത് എന്ത് ചെയ്യാം, വഴറ്റി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത ആ ഒരു എണ്ണയും നെയ്യും കൂടിയിട്ടുള്ളതില്ലേ, അതിൽ തന്നെയാണ് ഞാൻ ഇതും സെറ്റ് ചെയ്തെടുക്കണത്. അതിപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എനിക്കെല്ലാതും. അങ്ങനെ അത് നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓരോന്നും ഇടേണ്ട ഒരേ സമയമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് എന്തായിരുന്നു എന്നറിയോ, നമ്മുടെ തക്കോലം, അതേപോലെ തന്നെ പെരിഞ്ജീരകം, അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ അത് പിന്നെ ഇട്ടാൽ മതി പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട. കണ്ടോ, ഈ ഒരു സാധനമാണ് നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 5 കരയാമ്പൂവ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഏലക്കായ, അങ്ങനെയുള്ള സാധനങ്ങൾ, കറുവപ്പട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി വറുത്ത് സെറ്റ് ചെയ്തെടുത്തു, മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞതില്ലേ, ചെറിയ ഉള്ളി, അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയുള്ളി ഇതേപോലെ നല്ലോണം വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രൂപമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ 2 ഇലകളും കൂടി ചേർന്നാൽ നല്ല ഒരു രുചിയാണ് വരിക. അപ്പോൾ ആ 2 ഇല ഇട്ടിട്ട് നമ്മുടെ ചെറിയുള്ളിയെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പവർ നിങ്ങൾക്ക് കാണണ്ടേ. കണ്ടോ എൻ്റെ മുഖത്ത് എന്തോ ഒരു കോൺഫിഡൻസ് നോക്കി നോക്കിയേ. അപ്പോൾ ഇത് മൂപ്പരാൾ അപ്പുറത്തുനിന്ന് പറഞ്ഞു തരുന്നതിൻ്റെ ധൈര്യത്തിലാണ് ഞാനിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ചെറിയൊരു ഭയം ഇല്ല. ഇതെങ്ങാനും അടി പിടിക്കുകയോ കരിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ ദാ പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും, അപ്പോൾ മൂപ്പരാളവിടെ നിന്ന് പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് രൂപേ. ആ സമയത്തിനനുസരിച്ച് നീ ചട്ടിയിലേക്ക് ഞാൻ പറയുന്ന സാധനങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും മുന്നത്തെ പോലെ ശരത്ത് ബാബുവിനെ നമുക്കിപ്പോൾ കിട്ടില്ല. മൂപ്പരാൾ ഫുള്ള് ബിസിയാണ്. അപ്പോൾ ഈ ബിരിയാണി തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് എന്തോ ഒരു ഭാഗ്യം.
വേറൊന്നല്ല, ബിസിനസ് നോക്കണ്ടേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, മൂപ്പരാൾ പറഞ്ഞിട്ട് തന്നെയാണ്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ മഞ്ഞപ്പൊടി അതാ നമ്മുടെ ഉള്ളിൽ കിടന്ന് തിളങ്ങുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ട. അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ മതി കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മതി. പിന്നെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് റെസിപ്പി മൂപ്പരാളുടെയാണ്. അപ്പോൾ പക്ഷെ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടോ. ഞാനിത് വെറുതെ ഇളക്കി കൊടുത്തു, ആ പറയണ സാധനങ്ങൾ സമയത്തിന് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് ഉണ്ടാക്കാൻ അറിയാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ തനിക്കിത് പറഞ്ഞു തന്നതല്ലേ, ഇത് ഉണ്ടാക്കുമ്പോൾ പഠിച്ചുകൂടെ എന്ന് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും. എനിക്ക് കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷേ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നന്നാവാറുണ്ട്. ചിലപ്പോൾ എരിവൊക്കെ കൂടി പോവും, എന്നിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ച് വരണേ ഉള്ളൂ, ഒക്കെ ശരിയാവുന്നേ. മീൻ കൂട്ടാൻ തന്നെ പഠിച്ചത് പല രീതിയിലാണ്. വല്യമ്മയുടെ അടുത്തുനിന്ന്, എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന്, പിന്നെ ഇവിടുത്തെ അമ്മയുടെ അടുത്തുനിന്ന്, അങ്ങനെ എല്ലാം കൂടിച്ചേർന്ന ഒരു പഠനമാണ് എൻ്റെ. അപ്പോൾ അതാ നമ്മുടെ ചെടികൾ കണ്ടോ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഈ ചെടി വാടാറായിട്ടുണ്ട്, അപ്പം അതിങ്ങനെ മാറ്റി വയ്ക്കും. മണി പ്ലാന്റ് പിന്നെ വാടില്ലല്ലോ. അങ്ങനെ ഞാനത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചം വന്നിട്ട് നമുക്ക് വീഡിയോയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി വന്നതിന് ശേഷം മസാലയും, അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ഇടുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പട്ടാണി വേവിച്ചതിടാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ്, അതേപോലെ തന്നെ ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇല്ലാത്തൊരു കളിയില്ല ഇവിടെ. ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കാണെങ്കിൽ അതെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിറന്നാളുകാരൻ, ഇത് കഴിക്കേണ്ട പിറന്നാളുകാരല്ലേ പച്ചക്കറിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ബിരിയാണി ചോറ് മാത്രം പറക്കി തിന്നും, ഈ കോഴിക്കുട്ടികളെ പോലെ. കോഴിക്കുട്ടികൾ പിന്നെ പച്ചക്കറി കൊത്തിയിട്ടേലും തിന്നും വിചാരിക്കും, അപ്പോൾ അത് പറക്കിയിട്ട് അപ്പുറത്തേക്ക് ഇടും. അപ്പോൾ ഇത് എന്താ ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് പച്ചക്കറിയൊക്കെ തിന്നാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ, പച്ചക്കറി തിന്നല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കുക തന്നെ വേണം. ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, നമ്മൾ സാമ്പാറൊക്കെ ആണെങ്കിലേ നന്നായിട്ടാണ് വേവിക്കും കഷ്ണങ്ങൾ, എന്നിട്ട് അതങ്ങോട്ട് കൂട്ടാനിൽ ഇങ്ങനെ കാണാത്ത രീതിയിലാക്കും. ഇപ്പോൾ കുട്ടപ്പായ്ക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അവൻ പറക്കി കളയുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചത്, അരയ്ക്കും. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ മസാല കൂട്ടിയിട്ട് അങ്ങോട്ട് അരയ്ക്കും. അങ്ങനെയും കുറച്ച് വയറ്റിക്ക് പോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ അതാ എല്ലാം കൂടി സെറ്റായപ്പോൾ ചട്ടിയിൽ ഒതുക്കി വെച്ചു കേട്ടോ. ഇതേപോലെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ പായസം ചൂടുള്ളത് ഒരു ഗ്ലാസ് കുടിച്ചു പറഞ്ഞില്ലേ, അപ്പോൾ ഇതാ കുടിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു സത്യം പറയട്ടെ, ഈ വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കണേന്നറിയോ? നമ്മൾ വീഡിയോ ഒന്ന് എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ ഏട്ടൻ അവിടെ തുമ്മലും ജലദോഷമൊക്കെ ആയി. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ എന്താ, നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചതല്ല, മസാല കൂട്ടി വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ കുക്കറിലേക്ക് തട്ടിയിട്ട് കൊടുത്തു. തട്ടിയിട്ട് കൊടുത്തു, നല്ല ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കണം. അരി ഇടണ്ട കേട്ടോ, അരി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. തിളപ്പിച്ച വെള്ളം വെച്ചാൽ തിളച്ച വെള്ളം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കണം. ഈ ബിരിയാണിയിൽ ഉപ്പ് നോക്കേണ്ട കാര്യം, കടലിലത്തെ ഉപ്പുകളല്ലേ, അതുപോലത്തെ ഉപ്പ് വേണമെന്നാണ് ഏട്ടൻ പറയാറുള്ളത്. അത് ശരിയാണോ നുണയാണാവോ. അപ്പോൾ ആ ഉപ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, കടലത്തെ ഉപ്പ് എനിക്കറിയില്ലല്ലോ. അപ്പം ഞാനത് പറഞ്ഞിട്ട് തല്ലുകൂടിയിട്ടോ. കടലത്തെ ഉപ്പ് നോക്കാൻ ഞാൻ പോയിട്ടില്ലല്ലോ. കടലിലെ ഉപ്പ് വെള്ളത്തിൻ്റെ രുചിയൊക്കെ അറിഞ്ഞിട്ട് കാലം കുറേ. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ചാവക്കാട് കടൽ കണ്ടതാ, പിന്നെ ഞാൻ കടലിലേക്ക് പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ കടലിലത്തെ ഉപ്പിൻ്റെ കാര്യം അറിയുക. അപ്പോൾ ഇവിടെ ഉപ്പിടാൻ പറഞ്ഞപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ശരിയാവണില്ല. അവസാനം അത് ശരിയായി. എന്നിട്ട് ഒരു കഷ്ണം നാരങ്ങയുണ്ട്, ആ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഒട്ടാതിരിക്കാനാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പുളിപ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ് നാരങ്ങ പിഴിഞ്ഞിട്ട്. ഞാൻ ഇവിടെ നാരങ്ങ പിഴിഞ്ഞിട്ടൊക്കെ ചോറ് കഴിക്കാറുണ്ട്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റ് ചെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് സെറ്റായി കഴിഞ്ഞ് നമുക്ക് അരി ഇടാം കേട്ടോ. അത് പൂറ്റിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്, വെള്ളത്തോടക്കനെ ഇടരുതേ. അങ്ങനെ ഞാനിതാ ഉപ്പുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാനല്ല, ഏട്ടനും അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നേ, അതെ നിങ്ങളുടെ വീഡിയോ ഒക്കെ നല്ല രസമുണ്ട്, പക്ഷേ വീഡിയോ കറക്റ്റായി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾ വെക്കണം കേട്ടോ എന്ന്.
അപ്പോൾ സത്യം പറയാലോ ഒരാളെയും കിട്ടാനില്ല. ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒന്ന് അറിയണത് എൻ്റെ കുട്ടപ്പായ്ക്കാ. അവൻ അത്യാവശ്യം നല്ലോണം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു കൂട്ടത്തിലാ. പക്ഷെ അവനെ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ. പിന്നെ അവനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഒടുക്കത്തെ വെയിറ്റുവാ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുക. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്. എന്താ ചെയ്യാ? നമ്മളന്നെ എടുക്കണം. അപ്പോൾ നിങ്ങളൊന്നൊക്കെ ക്ഷമിക്കുക. എനിക്ക് ഇതേപോലെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയുള്ളൂ. ഇതിലും നന്നായിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറ് ഏകദേശം അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതേപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ കുക്കറിലത്തെ സാധനം ഏകദേശം നമുക്ക് അരി ഇടാനുള്ള പാകത്തിലായിട്ടുണ്ടെന്നാണ് അർത്ഥം ട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലത്തെ ഉപ്പിൻ്റെ കാര്യം എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എനിക്ക് അറിയുന്ന പോലെ സെറ്റ് ചെയ്തെടുത്തു ട്ടോ. അപ്പോൾ ഏട്ടനും പറഞ്ഞു ഇത് ഈ ലെവൽ മതി. അങ്ങനെ ഉപ്പൊക്കെ പാകമായപ്പോൾ ഇനി അരി ഇടാനുള്ള തീരുമാനത്തിലായി ട്ടോ. അങ്ങനെ അരിയൊക്കെ കഴുകി കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി നമ്മൾ പാത്രത്തിൽ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങാനും വെന്ത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വേവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ആകെ കഞ്ഞി പോലെയാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ എന്നെ പൊങ്കാലയിടും. അപ്പം അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. അങ്ങനെ അത് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അവിടെ കണ്ടോ നമ്മുടെ തുമ്പിക്കൈ പോലെ ഒരാൾ കൈ ഇങ്ങനെ വെക്കുന്നത് കണ്ടോ? ആ സൈഡിൽ മൂപ്പരാൾ എനിക്ക് അവിടെ നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മുടെ കുക്കറിൽ നമ്മൾ അരി ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. ഇനി വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റുന്ന വരെ നമ്മളിത് ഇടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം വറ്റാറായിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടനാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യണത്. ഇതിന് ശേഷം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭയമാണ്. ഭയം വെച്ച് കഴിഞ്ഞാൽ ഇത് കേടന്നാലോ എല്ലാവർക്കും തിന്നണ്ടല്ലോ. എന്താ വെച്ചാൽ ചോറൊന്നും വെച്ചിട്ടുമില്ല. പട്ടിണി കിടക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വെള്ളം കൂടി കുറച്ചും കൂടി വെള്ളം വറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാനുള്ള തകൃതിയായ പണിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനൊക്കെ കാണിച്ചിട്ട് ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല രസമാവൂലേ. അതിന് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരാൾ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരാളെ നമുക്ക് ഇനിയിപ്പോൾ കൂലിക്ക് വിളിക്കേണ്ടി വരുന്നൊക്കെ തോന്നുന്നത്. ഇവിടെ കുട്ടപ്പായി ഒന്നും കൂട്ടാക്കണം തന്നെയില്ല വീഡിയോ എടുക്കാൻ വരാൻ. അവൻ വലിയ ആളായിരിക്കണം ഇപ്പോൾ. പിന്നെ എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തീ ഓഫ് ചെയ്തിട്ട് അത് അങ്ങനെ അടച്ചു വെക്കണം. വെള്ളം നന്നായിട്ട് വെള്ളവും ആ ചോറും ഒക്കെ ഒപ്പത്തിനൊപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ചു വെക്കണം എന്നാണ് ഏട്ടനോട് പറഞ്ഞത് കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. പുളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസാലയും അരിയും പച്ചക്കറിയൊക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമല്ലോ. അതൊക്കെ നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. മസാലകളാണെങ്കിലും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് അടച്ചു വെക്കണം. ഒരു 20 മിനിറ്റോളമൊക്കെ നമ്മൾ വെക്കാറുണ്ട് ഇവിടെ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അരിയും ഇതൊക്കെ നന്നായി സെറ്റായിട്ട് നമുക്ക് തുറക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതിനേക്കാൾ കുറച്ചും കൂടി കളറുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എന്താണാവോ കളർ കുറഞ്ഞിട്ടേ കാണുന്നത്. അങ്ങനെ നമുക്ക് കച്ചമ്പറൊക്കെ ഉണ്ടാക്കണം. അച്ചാറുണ്ട്, ഈത്തപ്പഴവും നാരങ്ങയും കൂടിയിട്ടുള്ള അച്ചാർ. അത് ഏതിൻ്റെ എന്നറിയോ? നമ്മളെ തോളൂര് അവരുടെയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ചു വെക്കുകയാണ്. ഇതേപോലെ ഫില്ല് ചെയ്ത് അടച്ചു വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ഏട്ടൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എന്ത് വെച്ചാലും അടിപൊളിയാണ്, നല്ല രുചിയാണ്. അപ്പോഴേക്കും ഇവിടെ സോഡ ഗ്ലാസ് വെച്ചിട്ട് കുട്ടപ്പായി കച്ചമ്പർ അരിയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു ഇന്ന് എൻ്റെ വകയാണ് കച്ചമ്പർ എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അന്ന് ഈ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ അതാ കുട്ടപ്പായി സോഡ ഗ്ലാസ്സും വെച്ചിട്ട് നമ്മുടെ കച്ചമ്പർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെ നമ്മൾ 2 സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് കുറേ കുട്ടികളുണ്ടല്ലോ. നമ്മുടെ ശ്രീകുട്ടിയുണ്ട്. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളുണ്ടല്ലോ. ഞാൻ, ഏട്ടൻ, കുമാർ, അതേപോലെ തന്നെ ശ്രീകുട്ടി, കുട്ടപ്പായി, പിന്നെ നമ്മുടെ അച്ചൂട്ടനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ, പറയാൻ പറ്റില്ല. അങ്ങനെ അത് നമ്മൾ കച്ചമ്പറിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടപ്പായി. അപ്പോൾ കുട്ടപ്പായി നല്ല അടിപൊളിയായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ വിശന്നിട്ട് വയ്യാതിരിക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കുഞ്ഞപ്പാ അമ്മയ്ക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കിയതാടാ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കി തരും. അവന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എന്താ ഒന്ന് വയ്യാതായാലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ അതായത് മൂക്കുത്തിയ സമയത്ത് മേക്കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ മുടി കുടുങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഊരി വെച്ചതാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനത് വീണ്ടും എടുത്തിട്ടു. അപ്പോൾ 2 കാതിൽ 2 കമ്മലുകളാണെന്ന് മാത്രം. അപ്പോൾ കുട്ടപ്പായി ചോദിക്കുന്നുണ്ട് അമ്മ എന്നാ മേക്കാതെ കുത്തിയത്, അമ്മയ്ക്ക് നല്ല ചന്തമുണ്ട് എന്നൊക്കെ കുട്ടപ്പായി പറഞ്ഞു കേട്ടോ.
അപ്പം ഞാനൊരു ഉമ്മയും മേടിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ അതിൽ വീണുപോയി. അപ്പം അങ്ങനെ സോഡ ഗ്ലാസ് ഞാനും വെച്ചു സ്റ്റൈൽ കേട്ടാണ്. അപ്പോൾ എനിക്ക് തരില്ലേ പറഞ്ഞിട്ട് അത് മേടിക്കാൻ നിൽക്കുക. അങ്ങനെ അത് ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. അവന് കണ്ണട ഭയങ്കര ഇഷ്ടം. പൂരത്തിന് മേടിച്ചാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല. പൂരത്തിന് മേടിച്ച തന്നെ തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്താ തൈരൊക്കെ പിഴിഞ്ഞൊഴിച്ച് മൂപ്പരാൾ ഇവിടെ കച്ചമ്പർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണത്. കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി അരിയുമ്പോൾ കുട്ടപ്പായി ഈ കണ്ണട വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നോട് പറയുക, ഞാനിനി സബോള അരിയുമ്പോൾ അമ്മ ഈ കണ്ണട വെച്ചിട്ടാണ് ഇനി അരിയുക, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എരിയില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്നിട്ട് മൂപ്പരാൾ കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എടാ കണ്ണട വെച്ചിട്ടാണ് കണ്ണെരിയുണ്ടോ ചോദിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയതാവും അതിൻ്റെ നീര് എന്ന്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടു. ഈ ഉപ്പ് പൊടിച്ച് വെച്ചത് ആരാന്നറിയോ? അത് നമ്മുടെ കുട്ടപ്പായ തന്നെയാണ് കേട്ടോ. അവൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കല്ലുപ്പ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അവൻ തന്നെ ആക്കി വെക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവൻ മിടുക്കനാ. പഠിക്കാൻ പറഞ്ഞാലാണ് ഇത്തിരി ദേഷ്യം കോപമൊക്കെ. പഠിക്കും, മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാൻ മടിയാ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം, കുട്ടപ്പായെ പഠിക്കടാ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ വെള്ളം കുടിക്കണത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ടിവിയുടെ റിമോട്ട് കൊടുന്ന് വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായിട്ട് നമ്മുടെ കുക്കറിൽ ഇരിക്കുന്നു. ഇനി കഴിക്കണ നേരത്ത് നമുക്കത് എന്ത് ചെയ്താൽ മതി, തുറന്നിട്ട് എടുത്ത് കഴിച്ചാൽ മതി. അപ്പോഴേക്ക് ഞാൻ ഗ്യാസും അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടക്കൽ കഴിഞ്ഞത്. അപ്പം ഞാനിത് വീഡിയോ എടുത്തില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി എടുക്കണം കേട്ടോ. എന്താ ചെയ്യേണ്ട കാര്യം, ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ അത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിടാമെന്ന് വിചാരിച്ചു. അവിടെ കോലായൊക്കെ നമ്മൾ മുന്നേ തുടച്ചു. അപ്പോൾ ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ട് ഇവിടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ തുടക്കൽ കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ്. ഈ തിരുമ്പലും തുടക്കലും പുറത്തെ പണികൾ കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലത്തെ പണികളും മെല്ലെ ചെയ്ത് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാമല്ലോ. അല്ലെങ്കിൽ അടുക്കളയിലെ പണികൾ കഴിഞ്ഞിട്ട് വീണ്ടും ഈ തുടയ്ക്കാനും പിടിക്കാനും നിൽക്കണം. എനിക്ക് തീരെ ഇഷ്ടമില്ല അത്. എനിക്ക് വേഗം അടിക്കലും തുടക്കലും തിരുമ്പലും കഴിയണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കുമാർ വന്നു കേട്ടോ. അപ്പോൾ കുമാർ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചോറിടാൻ വേണ്ടി വന്നതാണേ. അങ്ങനെ അതാ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉച്ചത്തെ കാര്യങ്ങൾ കുശാലാക്കാം. അപ്പോൾ കുട്ടപ്പാട് പിറന്നാൾ എന്തായാലും ഇങ്ങനെ കഴിയട്ടെ. അപ്പോൾ ചിക്കൻ ഞാൻ മറ്റേ സാധനത്തിലിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിലിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയിൽ വറുത്തതല്ല കേട്ടോ. അപ്പോൾ കൂടുതലും ഇപ്പം മീനൊന്നും വറക്കാറില്ല ഇവിടെ. മീൻ വറക്കാറില്ല, ചിക്കൻ വറക്കാറില്ല. എണ്ണ മാക്സിമം കുറയ്ക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇതാണ് കുട്ടപ്പായുടെ കോടികൾ, പിറന്നാൾ കോടി. ഇത് ബാപ്പെടുത്ത് കൊടുത്താണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു അവനിട്ടിട്ട്. പിന്നെ ഏട്ടെടുത്ത് കൊടുത്തത് നമ്മൾ പട്ടാമ്പി പോയിട്ട് നമ്മുടെ മാക്സിന്ന് എടുത്തതാണ്. കണ്ടോ ഈ ഒരു ഷർട്ട്, ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എടുക്കണതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കാണ് അന്ന് പോയപ്പോൾ എടുത്തത് കേട്ടോ. പിന്നെ ഒരു പാൻറ്, പിന്നെ ഒരു ഷർട്ട്, 2 ഷർട്ട് അങ്ങനെയാണ് എടുത്തത്. ഇതാണ് കേട്ടോ ഒരു ഷർട്ട്. ഇത് നല്ല ഭംഗിയുള്ള ഷർട്ടാണ്. പിന്നെ ഒരു തരം ചാണകപ്പച്ച പോലത്തെ ഒരു ഷർട്ടാണ്. അപ്പോൾ അതും നല്ല രസമുള്ള ഷർട്ടാണ് കേട്ടോ. അതൊക്കെ മൂപ്പരാളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ പട്ടാമ്പിന്ന് മാക്സിന്ന് എടുത്തതാണ്. അങ്ങനെ നമ്മുടെ കുട്ടപ്പായി ഇക്കൊല്ലം പിറന്നാൾ എന്തായാലും ഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അവന് 10 വയസ്സ് തികഞ്ഞു. അപ്പോൾ അതാ ഷർട്ടൊക്കെ ഊരിയിട്ട് എടുത്തു വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് അവനെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. പിറന്നാളിന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടപ്പായുടെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവൻ പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ എടുക്കണതാണ്ടോ. നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ ജസ്റ്റ് എടുത്ത് വെച്ചതാണ്, മുടി വെട്ടിയതിന് ശേഷം കേട്ടോ. ഇത് മുടി വെട്ടണേക്കാൾ മുന്നേ ഉള്ള ഫോട്ടോസാണ്. പിന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞ് വെട്ടിയതാണ് മുടി. ഇത് ഞങ്ങൾ ഇങ്ങോട്ട് പോവാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്, മുടിയുള്ള സമയത്തെ ഫോട്ടോസ്. ഇത് അവൻ കുഞ്ഞിതാകുമ്പത്തെയാണ് കേട്ടോ. CD കൈ പിടിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോ അവൻ അറിയാതെ എടുത്തതാണ്. പിന്നെ എൻ്റെ കുട്ടപ്പായുടെ കഷ്ടപ്പാടിൻ്റെ ഫലം, 3ാം ക്ലാസ്സിൽ അവന് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ സെക്കൻഡ് ആയിരുന്നു. അങ്ങനെ ശ്രീകുട്ടി അവൻ്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ഫോട്ടോ. പിന്നെ നമ്മുടെ സുമേഷേട്ടൻ, നമ്മുടെ പണ്ടത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ. അപ്പോൾ കുട്ടപ്പായന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. സുമേഷേട്ടൻ്റെ വണ്ടർ സൗണ്ട് കേട്ട ഓടിപ്പോവും. പിന്നെ ഏട്ടൻ്റെ കൂടെ ജിമ്മിന് പോയിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ അവൻ്റെ കുറച്ച് കുസൃതികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് പിന്നെ അവൻ ടൂറ് പോയിട്ടുള്ള ഫോട്ടോസാണ്. ഇത് എത്രയിൽ പഠിക്കുമ്പോൾ പോയത്? അവന് 3ൽ പഠിക്കുമ്പോൾ. ഇത് പിന്നെ ഞാൻ റീൽസ് എടുക്കാൻ പോയപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങളുടെ കുസൃതി കളിയുടെ നിമിഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മർത്തിരുന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ കുട്ടപ്പായിയുടെ ഇക്കൊല്ലത്തെ പിറന്നാൾ നല്ലോണം ആഘോഷിച്ചില്ലേ നമ്മള്? അപ്പൊ നല്ലോണം ആഘോഷിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, സ്കൂൾ വിട്ട് വന്നിരിക്കുക. അപ്പൊ മഴയത്ത് ഞാൻ മഴയത്ത് പോയി കൊടുന്നു. ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതാ, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം. അപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ ഇന്ന് കുട്ടപ്പായനെ കൊണ്ടുവരുന്ന വീഡിയോ എടുക്കണം വിചാരിച്ച അപ്പോഴേക്കും നമുക്കൊരു തടസ്സം വന്നു. അപ്പൊ എന്തായാലും വേണ്ടില്ലേ, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം. ബൈ.